ബിരിയാണി റെഡി. തലശ്ശേരി ദം ബിരിയാണി. അധികം മസാല ഒന്നും ഇല്ലാതെ ഫ്ലേവർ ഉള്ള ചിക്കൻ ബിരിയാണി വേണോ? എന്ന ഈ ബിരിയാണിയുടെ പ്രത്യേകത തന്നെ അതാ. ഈ ബിരിയാണി നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. പട്ട, കറാമ്പു, ഏലക്കായ ഒന്ന് പൊട്ടിച്ച് സവാള നന്നായിട്ട് വഴറ്റണേ. ഇനി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരച്ചത് ചേർക്കാം. മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും മാത്രം ചേർത്താൽ മതി കേട്ടോ. വഴന്ന് വരുമ്പോ കട്ട് ചെയ്ത് വെച്ച ചിക്കനെ അങ്ങ് തട്ടാം. അത് ഞാൻ ഓയിലും നെയ്യും കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ വഴറ്റിയെടുക്കുന്നത്. തക്കാളിയും ഇലകളും തൈരും ഉപ്പും ചേർത്ത് അങ്ങോട്ട് തന്നെ ഇളക്കുക. എന്നിട്ട് മൂടി വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യുക. ആദ്യം നിങ്ങൾ കുറച്ച് ഉള്ളി വറുത്ത് വെക്കണം കേട്ടോ. ഞാൻ പറയാൻ മറന്ന്. വറുത്തുള്ളിന്റെ പകുതി ചേർക്കുക. ഇച്ചിരി നാരങ്ങ നീരും ചേർത്ത് ആ ഗ്രേവി ഒന്നങ്ങ് വറ്റിച്ചെടുക്കുക. അല്ല, ഈ റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയോ? അതാദ്യം കണ്ടിട്ടുപോയോ? വീണ്ടും പട്ട, കറാമ്പു, ഏലക്കായ ഒന്ന് പൊട്ടിക്കുക. സവാള വഴറ്റുക. കഴുകി ഡ്രൈ ആക്കി വെച്ച അരി ചേർത്ത് ഒന്നങ്ങ് വറുത്തതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നാരങ്ങ നീരും ഉപ്പും ചേർത്ത് സ്ലോ ആക്കിയിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ബിരിയാണി റൈസ് റെഡി. ഇനിയിപ്പോ നമ്മുടെ നിർത്തിവെച്ച ദമ്മിടലിലേക്ക് കടക്കാം. പകുതി റൈസ് ചേർത്ത് വറുത്ത ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇലകളും ചേർക്കാം. ഈ സെയിം സ്റ്റെപ്പ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പിന്നെ ഇച്ചിരി നെയ്യും ഗരം മസാലയൊക്കെ ചേർത്ത് നമുക്ക് ദമ്മിടാം. പരിപാടി കഴിഞ്ഞടോ. ഇനി നേരെ ദമ്മിടാൻ വെക്കുക.